ഡോക്ടർ മേരി ജോർജിലേക്ക് പോകുന്നു. മാഡം, നമുക്കറിയേണ്ടത് ഇതിൻ്റെ ഒരു സാമ്പത്തിക ഇമ്പാക്റ്റാണ്. 50% താരിഫ് എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി നടപ്പാക്കി. അതിനൊപ്പം ട്രംപ് ഭാരതത്തെ വിളിച്ചത് ഡെഡ് എക്കോണമി എന്ന്. അത് ഏറ്റുപാടാനും ഇവിടെ ഒരാളുണ്ടായിരുന്നു, സമാദരണീയനായ സർവസമ്മതനായ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ഒരു ഡെഡ് എക്കോണമി എന്ന് ഭാരതത്തെ വിളിക്കാൻ എന്തുമാത്രം മണ്ടനാകണം ഒരാൾ? മാഡം, അതായത് മിസ്റ്റർ ട്രംപിനെ പറ്റി, ട്രംപ് അതായത് പ്രസിഡൻ്റായിട്ട് സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ഇലക്ഷൻ പ്രൊപ്പഗാൻഡയുടെ സമയത്ത് തന്നെ അദ്ദേഹം അമേരിക്കക്കാരെ, അതായത് അവിടുത്തെ വൈറ്റ് അമേരിക്കൻസ് ഞാൻ മീൻ ചെയ്യുന്നത്, ആകർഷിക്കാനും അവരുടെ എല്ലാം വോട്ട് നേടാനും വേണ്ടി കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യമായിരുന്നു മാഗ, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതുപോലെ മറ്റൊന്നായിരുന്നു ഡോളറിനെ ഏറ്റവും സ്ട്രോങ് കറൻസി ആക്കി നിലനിർത്തുക. ഈ ഇങ്ങനെയുള്ള പല മുദ്രാവാക്യങ്ങൾ, ഇത് മാത്രമല്ല വേറെയുമുണ്ട്, ഒക്കെ ഉദ്ധരിച്ച് അമേരിക്കക്കാരൻ അമേരിക്കയെ സ്നേഹിക്കുക എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അവരെ ഒക്കെ ഇളക്കിയാണ് വോട്ട് മേടിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന് ഏറ്റവും വലിയ, അതായത് ഗ്രേറ്റ് അമേരിക്കനുള്ള അവാർഡൊക്കെ കൊടുത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്താണ് അദ്ദേഹം ഇങ്ങനെ, സത്യം പറഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മണ്ടൻ ട്രംപ് എന്ന് പറയാൻ എനിക്കും സന്തോഷമുണ്ട്. കാരണം അത്തരം ഒരു വ്യാപാര യുദ്ധം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് നെയിം സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും ആ മണ്ടൻ്റെ മനസ്സിൽ എന്താണ് ഇങ്ങനെയൊക്കെ ഒരു വ്യാപാര യുദ്ധം തുടങ്ങിയാൽ 206ഓളം രാജ്യങ്ങളുണ്ട് UN രജിസ്റ്റർ ചെയ്ത രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലൊക്കെ ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും, അതായത് ദ്വീപുകളിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ട്രംപ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് അദ്ദേഹം കരുക്കൾ നീക്കിയത്. പക്ഷെ അങ്ങനെ കരുക്കൾ നീക്കുമ്പോൾ അത് ഏറ്റവും അധികം വലിയ പ്രഹരമേൽപ്പിക്കുന്നത് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത്, അതായത് കാനഡയ്ക്കൊക്കെ അടി കിട്ടി കാനഡ തിരിച്ചടിക്കുമെന്ന് വന്നപ്പോൾ അവിടെ റെക്കൺസീലിയേഷന് പെട്ടെന്ന് തന്നെ തയ്യാറായി. അതേ സമയത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ, അതുപോലെ ചൈന, ഇന്ത്യ, ഈ രണ്ട് രാജ്യങ്ങളോടും ആദ്യം ചൈനയോടായിരുന്നു പുള്ളിയുടെ രോഷം മുഴുവനും. ആ രോഷം പതുക്കെ തണുത്ത് 500% എന്ന് പറഞ്ഞത് 51%-ത്തിലേക്ക് താഴെ വരുന്നു. അപ്പോൾ ഇന്ത്യയോടാണ് പിന്നെ അദ്ദേഹത്തിന് കാലുഷ്യം മുഴുവൻ. എന്തായിരുന്നു ഇന്ത്യയോട് കാലുഷ്യം ഉണ്ടാകാൻ കാരണം? നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ആഗ്രോ പ്രോഡക്ട്സ്, പ്രത്യേകിച്ച് അവരുടെ സോയാബീൻ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വില കുറഞ്ഞ്, അതിന് ഞാൻ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ അതിന് ഡംപിങ് എന്ന് പറയും. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളും വില കുറച്ച് ഒരു ഉൽപ്പന്നം മറ്റു രാജ്യത്ത് വിൽക്കുക. അങ്ങനെ ഇന്ത്യയിൽ അവരുടെ ആഗ്രോ പ്രോഡക്ട്സും പാലുൽപ്പന്നങ്ങളും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൽ തന്നെ വരുന്നതാണ്. ഈ രണ്ട് കൂട്ടവും ഇന്ത്യയിൽ വിൽക്കാൻ സമ്മതിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് എവിടെയാണ് എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ കണ്ണ് വിപണിയിലാണ്. 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഒന്നാമത്തെ ജനസംഖ്യയായ ഇന്ത്യ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ഡംപ് ചെയ്താലും എങ്ങനെയായാലും അവിടെ അമേരിക്കയിലെ കാർഷിക മേഖല കോർപ്പറേറ്റൈസ്ഡ് ആണ്. അപ്പോൾ ആ കോർപ്പറേറ്റുകൾ 2% അമേരിക്കൻസ് മാത്രമാണ് കൃഷിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത്. നേരെ മറിച്ച് ഇന്ത്യയിൽ 48% കർഷകരാണ്. 48% പേര് കൃഷിയെ ജീവനോപാധിയായി കാണുന്നതാണ്. അതിൽ തന്നെ 68% പേർ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്, അതായത് ചെറുകിട കർഷകരാണ്. അപ്പോൾ ഈ ചെറുകിട കർഷകർ, നമുക്ക് ഓർമ്മയുണ്ട്, പിന്നെ 2019-20 കാലഘട്ടത്തിലായിരുന്നു 800 ദിവസത്തോളം നീണ്ട സമരമാണ് കർഷകർ നടത്തിയത്, അവരുടെ ആകുലതകളും വ്യാകുലതകളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ വീണ്ടും അതുപോലെ കർഷക സമരം വരാം ഈ കർഷക വിപണി തുറന്നു കൊടുത്താൽ. അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അറിയാമായിരുന്നു കർഷക വിപണി ഒരു തരത്തിലും തുറന്നു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മൗനം ദീക്ഷിച്ചത്. ഇനി ചൈനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അമേരിക്ക എന്തുകൊണ്ടാണ് ചൈനയോടും ഇടയുന്നത്? അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്ത്യയുടെ പേരിൽ ഇങ്ങനെ വില പേശാൻ അമേരിക്കയ്ക്ക് സാധ്യതയുണ്ടായത് എങ്ങനെയാണ്?
നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക. അതായത് നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം. യഥാർത്ഥത്തിൽ അമേരിക്ക നമ്മളിൽ നിന്ന് വാങ്ങുന്നതിന് നമുക്ക് ചിലവാകുന്ന ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പകുതി ചെലവിനുള്ളത് മാത്രമേ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ട്രേഡ് സർപ്ലസ് ഉള്ള ഒരു രാജ്യമാണ്. പല ഉൽപ്പന്നങ്ങളും വളരെ ചെറിയ താരിഫിനാണ് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ശരിക്കും ഇന്ത്യൻ വിപണി അദ്ദേഹത്തെ കണക്കറ്റ് ആകർഷിച്ചു. നമ്മുടെ കേണൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. താങ്കളും അത് സൂചിപ്പിച്ചു. ആ ഒരു ബിസിനസ്മാന് ഒരു ബിസിനസ് മൈൻഡ് ഉണ്ട്. എവിടെ വിപണി ഉണ്ടോ ആ വിപണി പിടിച്ചടക്കുക. അപ്പോൾ അങ്ങനെ ഏറ്റവും വലിയ വിപണിയുള്ള ഇന്ത്യയെ ആക്കിക്കൊണ്ടാണ് അദ്ദേഹം മുന്നേറിയത്. അപ്പോൾ അക്കാര്യത്തിൽ നരേന്ദ്രമോദി സൈലൻസ് കീപ്പ് ചെയ്തു. അങ്ങനെ അതായത് ഒരു കാരണവശാലും ഇന്ത്യയുടെ കാർഷിക വിപണി തുറന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് നരേന്ദ്രമോദിക്ക് നല്ലവണ്ണം അറിയാം. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിഭീകരമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അത് തുറന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്തതും അങ്ങനെ ഇരുന്നതും. അപ്പോൾ ആ സാഹചര്യത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ആദ്യം 25% തീരുവ എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ഇന്ത്യയുടെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല. ഇന്ത്യ വിപണി തുറന്നു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 100% പീനൽ ടാരിഫ്, അതായത് വേറൊരു 25% കൂടി. അങ്ങനെയാണ് 50% തീരുവയിലേക്ക് എത്തിയത്. നമുക്കറിയാം അതിൻ്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഇന്ത്യയിൽ എന്തായിരുന്നു എന്ന്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്നാണ് ഈ ഓഗസ്റ്റ് 27-ന് ഈ നിയമം നിലവിൽ വരുന്നു. 50% താരിഫ് നിലവിൽ വരുന്നു. ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിഞ്ഞു. രൂപയുടെ മൂല്യം 88 രൂപ ഈസ് ഈക്വൽ ടു $1. ഒരു പക്ഷേ 88-നേക്കാൾ കുറച്ചുകൂടി കൂടിയ രീതി, അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രൂപയുടെ മൂല്യം ഇടിവാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നോക്കുക, ഇന്ന് തന്നെ നമുക്കറിയാം രാവിലെ നോക്കുമ്പോഴേക്ക് നിഫ്റ്റിയിൽ -74% ആണ് താഴ്ച. അതുപോലെ തന്നെ NSE, അതായത് സെൻസെക്സിൽ 270%-ലധികമാണ് താഴേക്ക് പോയത്. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഒക്കെ. ഇനി സ്വർണത്തിൻ്റെ വില നോക്കൂ. സ്വർണത്തിൻ്റെ വിലയിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. 76,960 രൂപയിലേക്ക് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ഉയർന്നിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ, അതായത് എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില ഉയർന്നത്? ഈ ട്രംപ് ക്രിയേറ്റ് ചെയ്ത വ്യാപാര യുദ്ധ സമാനമായ അന്തരീക്ഷം, അതുമൂലം സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് മനുഷ്യർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ ഡോളറിൽ അല്ലെങ്കിൽ സ്വർണത്തിൽ. ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കും ഭയമാണ്. കാരണം എന്താണ്? ഡോളർ ഈ ട്രംപ് ഭരണത്തിലിരിക്കെ, പ്രസിഡന്റ് ആയിരിക്കെ ഒരു കാരണവശാലും ഡോളർ സ്ഥിരമായിരിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പോളിസികളിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടത്തിനനുസരിച്ച് ഡോളറിൻ്റെ മൂല്യത്തിലും ചാഞ്ചാട്ടമുണ്ടാകും. അതുകൊണ്ട് ഡോളറിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അങ്ങനെയാണ് നിക്ഷേപം മുഴുവനും സ്വർണത്തിലേക്ക് ഒഴുകിയതും. സ്വർണത്തിൻ്റെ ട്രംപ് ഭരണത്തിൽ വരുമ്പോൾ 48,000-ൽ നിന്ന സ്വർണമാണ് ഇപ്പോൾ 76,960 രൂപയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം വലിയ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ട്രംപിന് കഴിഞ്ഞു. അത് ഇന്ത്യൻ ഇക്കോണമിയിലും മാഡം, ഈ ഇമ്പാക്റ്റിലേക്ക്, ഇത് ഭാരതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റിലേക്ക്, ഇതിൽ നിന്നുള്ള തിരിച്ചുവരവിലേക്ക്, അതുപോലെ അത് US ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്.